friends, welcome to Anu's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ്. കഞ്ഞിവെള്ളം പപ്പടം താളിച്ചത്. ചോറിന്റെയും പുട്ടിന്റെയും കൂടെ കഴിക്കാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണിത്. പിന്നെ ഇതിന്റെ റെസിപ്പി എനിക്ക് തന്നത് മിസ്റ്റർ ബഷീർ പുതിയ വീട്ടിലാണ്. അദ്ദേഹത്തിന് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ നമുക്ക് ഈ ഒഴിച്ചുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒഴിച്ചുകറി തയ്യാറാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ആദ്യം വേണ്ടത് പപ്പടമാണ്. ഞാനിവിടെ ഒരു 10 പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഫ്രൈ ചെയ്ത പപ്പടം ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഇതിപ്പോൾ ഒരു 2 കപ്പ് കഞ്ഞിവെള്ളമുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്ന അരിയുടെ വെള്ളമാണ്, അതായത് മട്ട റൈസിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അത് തന്നെ വേണം എന്നില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് അരിയുടെ വെള്ളം വേണേലും എടുക്കാം. ഞാൻ ഈ കപ്പിലാണ് 2 കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഈ സൈസിലുള്ള ഏതെങ്കിലും ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം അളന്നെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടുക്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കാരണം എപ്പോഴും എല്ലാവരും ചോദിക്കും ചെറിയ ഉള്ളിക്ക് പകരം സവോള ഉപയോഗിക്കാവോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഒരു 2 വറ്റൽമുളക്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, എണ്ണ വേണം. പിന്നെ നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഈ പപ്പടം ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ കൈവച്ച് പൊടിച്ചെടുത്താലും മതി. പക്ഷേ എനിക്ക് മുറിച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ഒരു സിസേഴ്സ് വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പ് ഒന്നും പ്രശ്നമില്ല കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതേ പപ്പടം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. ഇവിടെ പപ്പടം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത്ര എണ്ണ മതി, കാരണം നമ്മൾ ചെറുതായിട്ട് മുറിച്ചിരിക്കുന്ന പപ്പടം ആയതുകൊണ്ട് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് പപ്പടം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇവിടെ കിട്ടുന്ന പപ്പടം ശരിക്കും നമുക്ക് നാട്ടിൽ കിട്ടുന്നത് പോലെ അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. ടേസ്റ്റ് തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഈ അപ്പളം എന്ന് പറയില്ലേ, തമിഴ്നാട് സ്റ്റൈൽ പപ്പടം, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പപ്പടത്തിൻ്റെ ടേസ്റ്റേ ഇല്ല. പിന്നെ ഇവിടെ ഇതേ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പപ്പടം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ പപ്പടം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും എണ്ണ ബാക്കിയുണ്ട്. പക്ഷേ ഇത് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനൊരു ചൊവ ഉണ്ടാവും, നിങ്ങൾക്കറിയാമല്ലോ. പപ്പടത്തിൻ്റെ മുകളിലുള്ള ആ ഒരു പൊടിയൊക്കെ അതിനകത്ത് കിടപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട, വേറെ ഫ്രഷ് എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി ഒരു പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ചേർത്താൽ മതി. ഇപ്പം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ആ പച്ചമുളക് ചിലപ്പോൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇനി ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ചെറുതായിട്ടൊന്ന് മൂത്താൽ മാത്രം മതി. നല്ലൊരു മണം വരും ആ ഉള്ളി മൂത്തതിൻ്റെ, അത് മതി. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് കൂടരുത് കേട്ടോ, കാരണം ഇത് പപ്പടം കറിയാണ്. അപ്പോൾ എരിവ് അങ്ങനെ പിടിക്കാനൊന്നുമില്ല. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ കറിക്ക് നല്ല എരിവായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം ചേർക്കാം. ഇപ്പോൾ മുളക് പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. നമ്മൾ നേരിട്ട് എണ്ണയിലോട്ട് ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും.
അതിൻ്റെ ആ പച്ചച്ചുവ മാറും. ഇതിനകത്തേക്ക് നമുക്കിനി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടരുത്. പപ്പടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അപ്പോൾ അത് കണക്കാക്കിയിട്ടേ ചേർക്കാവുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് കുറുകത്തൊന്നുമില്ല. നമ്മൾ ആ താളിച്ച് ചേർത്ത സാധനങ്ങളുണ്ടല്ലോ, ചെറിയ ഉള്ളി, കടുക്, വറ്റൽമുളക്, അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആ കഞ്ഞിവെള്ളത്തിലോട്ടൊന്ന് വന്നാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ? ഓക്കെ, ഇത് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് കുറുകിയിട്ടൊന്നുമില്ല, നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പപ്പടം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പപ്പടം നമ്മൾ ഈ ഗ്രേവിയിൽ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് നമുക്കൊരു 2 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ പപ്പടം നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. അതുപോലെ കുറച്ച് ഗ്രേവിയൊക്കെ അതിനകത്തോട്ടൊന്ന് പിടിക്കുകയും വേണം. കൂടുതൽ ഡ്രൈ ആയി പോകരുത് കേട്ടോ, കുറച്ച് ഗ്രേവി അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ മാക്സിമം ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പപ്പടം കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. കണ്ടോ, കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം പപ്പടം നല്ല സോഫ്റ്റാണ്. അതുപോലെ ഗ്രേവി ഒന്ന് അതിനകത്തോട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ കഞ്ഞിവെള്ളം പപ്പടം താളിച്ചത് റെഡിയായി. ഇതിനകത്ത് ഇത്രയും ഗ്രേവി വേണം കേട്ടോ, കാരണം നമ്മളിത് പുട്ടിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം. അതുപോലെ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ, ഒരുപാട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. തണുത്ത് കഴിഞ്ഞാൽ പപ്പടമല്ലേ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാം. ചോറിൻ്റെയും പുട്ടിൻ്റെയും കൂടെയാണ് നല്ല കോമ്പിനേഷൻ. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്